നല്ല അടിപൊളി ബ്രെഡ് പുഡിങ് തയ്യാറാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലോട്ട് 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ പാലിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ ചേർത്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമ്മളുടെ പാലൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഈ പാലൊന്ന് ഒരു ചൂടായിട്ട് നല്ല ചൂടായി വരുമ്പോൾ അതിലോട്ട് പാകത്തിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള മധുരം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ കസ്റ്റാർഡിൻ്റെ ആ ഒരു മിക്സ് കൂടിയിട്ട് നമുക്കിതിലോട്ട് ചേർത്തിട്ട് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുറുക്കി ആ ഒരു പരിവായി വരുമ്പോൾ നമ്മളുടെ ഫ്ലെയിം ഒന്ന് ഓഫാക്കിയിട്ട് നമുക്കത് മാറ്റി വെക്കാം. ഇനി നെക്സ്റ്റ് എന്തെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പ്രസ്റ്റീൻ്റെ വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ അതിലോട്ട് ഒരു 1/2 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഉണ്ട്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. പിന്നെ അതിലോട്ട് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിവിടെ വിപ്പിംഗ് ക്രീമിൽ ചെറിയൊരു മധുരമുള്ള ക്രീമാണിത്. പക്ഷേ എങ്കിലും കൂടി നമ്മളുടെ ക്രീം നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ക്രീം നല്ലൊരു ഐസ്ക്രീം ടേസ്റ്റിൻ്റെ ഒരു പരുവത്തിലായിരിക്കും ഇരിക്കുക. അപ്പോൾ ഇത് നമ്മളുടെ ബ്രെഡ് പുഡിങ്ങിന് ടേസ്റ്റ് കൂടാനുള്ള ഒരു ടിപ്പ് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡ് ആണ്. അപ്പോൾ ഈ ബ്രെഡ് എടുത്തിട്ട് ഞാനിവിടെ ഇപ്പോൾ എലൈറ്റിൻ്റെ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ യൂസ് ചെയ്യാം. കുറച്ച് ഹാർഡായിട്ടുള്ള ബ്രെഡാണെങ്കിൽ നമ്മളുടെ പുഡിങ് കുറച്ച് ഹാർഡായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ നമ്മളുടെ പുഡിങ് നല്ല വായിലിട്ടാൽ അലിഞ്ഞ് പോകുന്ന രീതിയിലുള്ള നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. 4 എഡ്ജസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചതിൻ്റെ ശേഷം നമ്മൾ ഏത് ട്രെയിലാണോ പുഡിങ് സെറ്റ് ചെയ്യണത് അതിലോട്ട് മാറ്റാം. ബാക്കി വരുന്ന എഡ്ജസൊക്കെ നിങ്ങൾ കളയണ്ട. അത് നിങ്ങൾക്ക് ബ്രെഡ് ക്രംസിന് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിത് നമ്മളെ പുഡിങ് ട്രെയിലിട്ട് ഇത് ലെയർ ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ, നമ്മളെ കസ്റ്റാർഡ് മിക്സ്, അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല ആവശ്യത്തിന് തന്നെ നമ്മുടെ ബ്രെഡൊക്കെ നല്ല രീതിയിൽ സോക്കാവുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നമ്മൾക്ക് ബ്രെഡ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് നട്ട്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇവിടെ പിള്ളേർക്ക് അത്ര താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാനങ്ങനെ ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ ഇതേ രീതിയിൽ വീണ്ടും ഇതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. ഇതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ക്രീം ഉണ്ടല്ലോ, ഇതുപോലത്തെ ഒരു ഗ്ലാസ് എടുത്തിട്ട് പൈപ്പിംഗ് ബാഗ് അതിലോട്ട് ഇറക്കി വെച്ചിട്ടാണെങ്കിൽ ഈ രീതിയിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ക്രീം ഇതിലോട്ട് ആക്കി വെക്കാനുള്ള ഒരു ഈസി ടിപ്പാണ് കേട്ടത്. അപ്പോൾ ഞാനൊക്കെ ഇതേ രീതിയിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു പുഡിങ്ങിൻ്റെ സെറ്റ് ഉണ്ടല്ലോ, അതിലോട്ട് നമ്മൾ ഈ ക്രീം നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്യാം. ഇതൊരു ഈസി മെത്തേഡാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ക്രീം ജസ്റ്റ് ഒന്ന് ഒരു സ്പാച്ചുല ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് സ്പൂണ് വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മളുടെ ഇനി ഞാനിവിടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും കുറച്ച് നട്ട്സ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മിൻറ്റ് ലീവ്സ്, അതൊരു ഭംഗിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പുഡിങ് ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.